DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പുതിയ ഇൻകം ടാക്സ് നിയമങ്ങൾ ഏപ്രിൽ മുതൽ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരികയാണ്. സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയുന്നതിനുമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ നിയമങ്ങൾ ഓരോ സാധാരണക്കാരനും അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്വർണം, പണം, മറ്റ് നിക്ഷേപങ്ങൾ എന്നിവ കൈവശം വെക്കുന്നതിനും ചിലവാക്കുന്നതിനും ഇപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. നിങ്ങളുടെ വരുമാനവും സമ്പാദ്യവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന നിയമ നടപടികളെക്കുറിച്ചും പിഴകളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഒരാൾ ഡിക്ലെയർ ചെയ്ത വരുമാനത്തേക്കാൾ കൂടുതൽ സ്വത്തോ പണമോ കൈവശം വെച്ചാൽ അത് അൺഎക്സ്പ്ലെയിൻഡ് മണി അഥവാ കള്ളപ്പണമായി കണക്കാക്കും. വരുമാനത്തിന്റെ കൃത്യമായ സോഴ്സ് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ കനത്ത പിഴയും നൽകേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരാൾ 10 വർഷം കൊണ്ട് 50 ലക്ഷം രൂപ സമ്പാദിച്ചു എന്ന് രേഖപ്പെടുത്തുകയും എന്നാൽ അയാളുടെ കയ്യിൽ 4 കോടി രൂപയുടെ സ്വത്തുണ്ടാവുകയും ചെയ്താൽ ബാക്കി വരുന്ന 3.5 കോടി രൂപ അൺഎക്സ്പ്ലെയിൻഡ് ഇൻകമായി മാറും. പണം എവിടെ നിന്ന് വന്നു എന്നതിന് കൃത്യമായ രേഖകൾ വേണം. റോഡിൽ നിന്ന് കിട്ടിയെന്നോ മറ്റോ ഉള്ള അവിശ്വസനീയമായ കാരണങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിക്കില്ല. പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നൽകുന്ന തുക കൈവശമുള്ള വരുമാനവുമായി പൊരുത്തപ്പെടണം. അതുപോലെ മറ്റുള്ളവരുടെ പേരിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതും നിരീക്ഷണത്തിലായിരിക്കും. പണമോ സ്വർണമോ കൈവശം വയ്ക്കുന്നതിന് പ്രത്യേക സംഖ്യ പറയുന്നില്ല. എന്നാൽ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള അളവ് മാത്രമേ കൈവശം വയ്ക്കാവൂ. അമിതമായ അളവ് പിടിക്കപ്പെട്ടാൽ അത് കള്ളപ്പണമായി മാറും. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര ചിലവുകൾ പ്രത്യേകമായി നിരീക്ഷിക്കപ്പെടും. വരുമാനവുമായി പൊരുത്തപ്പെടാത്ത രീതിയിൽ വലിയ തുക കാർ നമ്പറിനോ മറ്റോ ചിലവാക്കിയാൽ അത് ചോദ്യം ചെയ്യപ്പെടും. വലിയ ഇടപാടുകൾ ബാങ്കുകൾ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. TDS, TCS എന്നിവ വഴിയും നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ ടാക്സ് റെക്കോർഡുകളിൽ എത്തും. അനധികൃതമായി സൂക്ഷിച്ചിരിക്കുന്ന പണം, സ്വർണം എന്നിവ പിടിച്ചെടുക്കാൻ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട്. ഇത്തരത്തിൽ പിടിക്കപ്പെട്ടാൽ വലിയ തുക പിഴയായി നൽകേണ്ടി വരും. അൺഎക്സ്പ്ലെയിൻഡ് മണി പിടിക്കപ്പെട്ടാൽ ഏകദേശം 84% ടാക്സും പിഴയും നൽകേണ്ടി വരും. ഉദാഹരണത്തിന് 3.5 കോടി കള്ളപ്പണത്തിന് 2.7 കോടി രൂപയോളം പിഴയാകും. ഏതൊരു നിക്ഷേപം നടത്തുന്നതിന് മുൻപും പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുൻപും ശരിയായ ഇൻകം ടാക്സ് പ്രൂഫുകൾ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. റിപ്പോർട്ടുകൾ അസറ്റുകളുമായി പൊരുത്തപ്പെടുകയും വേണം. അതോടൊപ്പം RBI സ്വർണ്ണപ്പണയ മേഖലയിൽ കൊണ്ടുവന്ന പുതിയ നിയമങ്ങളും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ നിയമങ്ങൾ പ്രകാരം 2.5 ലക്ഷം രൂപ വരെയുള്ള ചെറുകിട വായ്പകൾക്ക് സ്വർണ്ണവിലയുടെ 85% വരെ പണമായി ലഭിക്കും. മുൻപിത് 75% കൂടാതെ 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് വരുമാന സർട്ടിഫിക്കറ്റോ സിബിൽ സ്കോർ പരിശോധനയോ നിർബന്ധമില്ലെന്നതും സ്വർണത്തിന്റെ പഴയ ബില്ലുകളില്ലാത്തവർ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം നൽകി പണയം വയ്ക്കാമെന്നതും സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. വായ്പാ തിരിച്ചടവ് മുടങ്ങാതിരിക്കാൻ ബുള്ളറ്റ് റീപേയ്മെന്റ് പദ്ധതികളുടെ കാലാവധി 12 മാസമായി പരിമിതപ്പെടുത്തിയതാണ് മറ്റൊരു പ്രധാന മാറ്റം. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വായ്പ പൂർണ്ണമായി അടച്ചു തീർത്താൽ 7 പ്രവൃത്തി ദിവസത്തിനകം ബാങ്ക് സ്വർണം തിരികെ നൽകിയിരിക്കണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ ഓരോ ദിവസത്തെ കാലതാമസത്തിനും 5000 രൂപ വീതം ബാങ്ക് ഉപഭോക്താവിന് പിഴ നൽകേണ്ടി വരും. കൂടാതെ വെള്ളിയും പണമായി സ്വീകരിക്കാൻ അനുമതി നൽകിയതും ലേല നടപടികൾ കൂടുതൽ സുതാര്യമാക്കിയതും ബാങ്കുകളുടെ ചൂഷണത്തിൽ നിന്ന് ഇടപാടുകാരെ സംരക്ഷിക്കാൻ സഹായിക്കും. 2026 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ഇൻകം ടാക്സ് നിയമങ്ങളും RBIയുടെ പരിഷ്കാരങ്ങളും സാധാരണക്കാരുടെ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നുറപ്പാണ്. സ്വത്തോ സ്വർണമോ സമ്പാദിക്കുമ്പോൾ അവ കൃത്യമായ വരുമാന സ്രോതസ്സുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അനാവശ്യ പിഴകളിൽ നിന്നും നിയമ നടപടികളിൽ നിന്നും രക്ഷ നേടാൻ അത്യാവശ്യമാണ്. അതേസമയം സ്വർണ്ണപ്പണയ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇടപാടുകാർക്ക് കൂടുതൽ പണലഭ്യത ഉറപ്പാക്കുന്നതോടൊപ്പം ബാങ്കുകളുടെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.